വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന SCRT ചാപ്റ്റർ 8th സ്റ്റാൻഡേർഡിലെ 9th ചാപ്റ്റർ ആണ് ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും. അപ്പൊ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ ആണ് ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും എന്ന് പറയുന്നത്. അപ്പൊ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞു തുടങ്ങാം. ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ്. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം. ഈ മൂല്യങ്ങളെ മാനിക്കുകയും അവയുടെ മേൽ കടന്നുകയറ്റം നടത്താതിരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റുകളാണ് ജനാധിപത്യത്തിൽ ഉള്ളത്. അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ട്. അപ്പൊ ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ട് എന്ന അർത്ഥം. അപ്പൊ ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുള്ള സംവിധാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്നാ പറയുന്നത്? ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് വിളിക്കുന്നത്. ഭരണഘടനയാണ് ഈ പരിധികൾ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആരാണ് പരിധികൾ കൽപ്പിച്ചിരിക്കുന്നത്? ഭരണഘടനയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്ന് വിളിക്കാം. അപ്പൊ ജനാധിപത്യത്തെ എന്തിട്ട് വിളിക്കാം? ഭരണഘടനാ വ്യവസ്ഥ എന്ന ഒരു പേരിട്ട് കൂടി വിളിക്കാം. ഇനി അടുത്തത് ജനാധിപത്യത്തിന്റെ തുടക്കം എവിടെയാണെന്നാണ് പറയുന്നത്. ഗ്രീസിനെയാണ് നമ്മൾ ജനാധിപത്യത്തിന്റെ ജന്മദേശം എന്ന് വിളിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലായിരുന്നു. ഏതൻസ് ആണ് ഈ നഗരരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളത്. ഇനി ഡെമോസ് അതുപോലെ തന്നെ ക്രാറ്റോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി എന്ന പദം ഉണ്ടായത്. അപ്പോൾ ഡെമോസ് എന്നാൽ എന്താണ്? ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നുമാണ് അർത്ഥം. അങ്ങനെ ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടു എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് എന്നും അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടു. വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏതൻസിൽ ഉണ്ടായിരുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരന്മാർ നേരിട്ടാണ്. അതുപോലെ സൈനിക മേധാവികളെ, ന്യായാധിപന്മാരെ ഒക്കെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തിരുന്നു. ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. അതായത് ഭരണത്തിൽ അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നു. അതിനെ നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. എന്നാൽ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അടിമകൾക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്കൊന്നും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. അത് അതിന്റെ ഏറ്റവും വലിയ പരിമിതി ആയിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇനി എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ് പറയുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ലോകത്തൊരിടത്തും ഇപ്പോൾ കാണാൻ കഴിയില്ല. എങ്കിലും അതിന്റെ ചില ഉപാധികൾ പല ജനാധിപത്യ വ്യവസ്ഥകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ചില ഉപാധികളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ജനഹിത പരിശോധന അഥവാ റഫറൻഡം എന്ന് പറയും. അതായത് നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയെ നമ്മൾ ജനഹിത പരിശോധന അഥവാ റഫറൻഡം എന്ന് പറയുന്നു. അതായത് ഒരു നിയമനിർമ്മാണ സഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കണ നിയമങ്ങൾ ഉണ്ടല്ലോ, അത് ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. ജനങ്ങൾക്ക് കൊടുത്ത് അത് വോട്ടെടുത്ത് എന്താ പറയണത്, അവരുടെ അഭിപ്രായം അറിയുന്ന പ്രക്രിയ റഫറൻഡം. അടുത്തത് റീകോൾ അഥവാ തിരിച്ചു വിളിക്കൽ. ഇപ്പൊ നമ്മൾ ജനപ്രതിനിധികളെ എന്താണ് നമ്മൾ തെരഞ്ഞെടുക്കണ്ടല്ലോ, അവരുടെ പ്രവർത്തനം മോശമായ പദവിയിൽ നിന്നും കുറച്ച് എന്താ പറയാ വോട്ടർമാര് രേഖാമൂലം ആവശ്യപ്പെട്ട അവരെ ആ പദവിയിൽ നിന്ന് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അതിനെയാണ് റീകോൾ എന്ന് പറയുന്നത്. അതായത് ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് റീകോൾ. ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അടുത്തതാണ് പ്ലെബിസൈറ്റ് അഥവാ അഭിക്രമം എന്ന് പറയും. വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള മാർഗത്തെയാണ് പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇനീഷ്യേറ്റീവ് അഥവാ മുൻകൈയെടുക്കൽ. നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗമാണ് മുൻകൈയെടുക്കൽ. തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിന്റെ കരട് രൂപമോ പൂർണ്ണ രൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്ന പ്രക്രിയയാണ് ഇനീഷ്യേറ്റീവ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ്. പഠിച്ചു വെക്കുക. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രം സ്വിറ്റ്സർലൻഡ്. രാജ്യവിസ്തൃതി, ജനസംഖ്യ വർധനവ്,
ഒക്കെ ഈ പ്രത്യക്ഷ ജനാധിപത്യത്തെ പ്രായോഗികമല്ലാതാക്കി. രാജ്യത്തിന്റെ വിസ്തൃതിയും ജനസംഖ്യാ വർധനവും. അങ്ങനെ ഭരണം നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്ന സമ്പ്രദായം സ്വീകരിച്ചു. അപ്പൊ അതാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് പരോക്ഷ ജനാധിപത്യം അഥവാ ഇൻഡയറക്റ്റ് ഡെമോക്രസി, അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം. നമുക്ക് പരിചിതമായ പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ തുടക്കം 18-19 നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ്. ബ്രിട്ടനിലെ പാർലമെന്റിന്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായി. അപ്പൊ ബ്രിട്ടൻ പാർലമെന്റിന്റെ വളർച്ചയാണ് എന്താണ് നമ്മുടെ പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായത്. രാജവാഴ്ചയുമായുള്ള നിരന്തര ഏറ്റുമുട്ടലിലൂടെ ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നു. പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയാണ് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത്. പ്രായപൂർത്തി, വോട്ടവകാശം, പൗരാവകാശം ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് പ്രായപൂർത്തി, വോട്ടവകാശവും പൗരാവകാശവും എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളും പ്രാതിനിധ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നും കൂടി നമ്മൾ ഓർത്തു വയ്ക്കുക. അവിടെ പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും, അതിനെ ഒന്ന് വേർതിരിച്ച് പഠിക്കാം. ജനാധിപത്യ വ്യവസ്ഥയിൽ 2 മാതൃകകളാണ് പ്രചാരത്തിലുള്ളത്. ഒന്ന് പാർലമെന്ററി വ്യവസ്ഥ, അടുത്തത് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. എന്താണിത്? കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ രീതിയിൽ ജനാധിപത്യ വ്യവസ്ഥയെ തരംതിരിച്ചിരിക്കുന്നു. അതിലെ പാർലമെന്ററി വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറയണേ. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് നിയമനിർമ്മാണ സഭയുടെ കൺട്രോളിലാണ്. രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ഒക്കെ ആയിരിക്കും രാഷ്ട്രതലവൻ. ഭരണത്തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും. നമ്മുടെ ഇവിടെ എങ്ങനെയാണ്? രാഷ്ട്രതലവൻ ആരാണ്? പ്രസിഡന്റ് ആണ് ഇന്ത്യയിൽ, അല്ലെ? ഭരണത്തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവിനെ നമ്മൾ ആരായിട്ട് എടുക്കും? പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭകളോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. അപ്പൊ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം പറയുന്നത് പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഓരോ മന്ത്രിയും അവരുടെ വകുപ്പിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്വമാണ് ഉള്ളത്. അടുത്ത പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ പ്രത്യേകതയാ പറയണേ. കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രതലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. ഇത് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ സവിശേഷതകളാണ്. ഇനി ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സ്വാതന്ത്ര്യം അഥവാ ലിബർട്ടി. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം? നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം. നിയന്ത്രണങ്ങൾ ഇല്ല, അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ. സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട്. ഈ അർത്ഥത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായിട്ട് നിർവചിക്കാം. അതായത് വ്യക്തികളുടെ കഴിവുകള് വികസിപ്പിക്കുന്നതിനുള്ള അവസരമായിട്ടും അതിനുള്ളൊരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എന്തിനെ നിർവചിക്കാം? സ്വാതന്ത്ര്യത്തെ നിർവചിക്കാം എന്ന് പറയുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ട്ടോ. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നതാണ്. ഏത്? സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ. ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാണ് ഇവിടെ.
ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും എന്ന് പറഞ്ഞ വ്യക്തിയാണ് വോൾട്ടയർ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ. ഒരു മനുഷ്യൻ വിവിധ രീതിയിൽ അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് അല്ലെ. ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമികമായ മാർഗം എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്, സംഭാഷണമാണ്. ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമയാണ് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാർഗം. എഴുത്തുകാരൻ പുസ്തകങ്ങളിലൂടെ തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. അവ നിരോധിക്കപ്പെട്ടാൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കപ്പെടുന്നത്. ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പങ്കുവയ്ക്കലും വിലയിരുത്തലും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി JS മില്ലിന്റെ അഭിപ്രായത്തിൽ ഒരാശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും സത്യത്തിൽ സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാവുന്നു. അതായത് പല ആശയങ്ങൾ പല ആൾക്കാർക്ക് ഉണ്ടാവും, അത് പൂർണ്ണമായിട്ട് തെറ്റാന്ന് പറയാൻ പറ്റില്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും സത്യത്തിന്റെ ഒരു അംശങ്ങൾ അതിലുണ്ടാവും. തെറ്റെന്ന് തോന്നുന്ന ഒരു ആശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത് എന്ന് ആര് പറയുന്നു? JS മിൽ പറയുന്നു. സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും. നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. അതുകൊണ്ട് വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ജീവിതത്തിന് അത്യാവശ്യമാണ്. ഇത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നു. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണമാകുകയുള്ളൂ. സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടേതിനേക്കാൾ പ്രബലമാണെന്നുള്ള ധാരണ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അതായത് ഞാനാണ് ശരി എന്ന് പറയുന്ന ആ ധാരണ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നിയമപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, അപ്പോ ഇതെന്താ നമ്മൾ പറഞ്ഞത്? ഇത്ര കാര്യം സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു. ഇനി സമത്വത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. സമത്വം ജനാധിപത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം. മതം, വർണ്ണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾക്ക് അതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്ന കാഴ്ചപ്പാടാണ് സമത്വം. കണ്ടോ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള മൂല്യമുണ്ട് എന്ന കാഴ്ചപ്പാടിനെ നമുക്ക് സമത്വം എന്ന് പറയാം. സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ്. സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണെന്ന് പറയുന്നു. എന്നാൽ എല്ലാവരെയും എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ടർത്ഥമാക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിന്റെ ലംഘനമാണെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണമായി സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമോ കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് കൊടുക്കുന്ന മെഡലോ അസമത്വമായിട്ട് പറയാൻ കഴിയോ? ഇല്ല. അതപ്പോ രണ്ട് കാറ്റഗറി അല്ലേ. അപ്പൊ വ്യത്യസ്തമായ പരിഗണനകൾ നൽകുന്നത് വഴി സമത്വത്തിന് കൂടുതൽ വിശാലമായ അർത്ഥം ലഭിക്കുന്നു. ഇനി സമത്വത്തിന്റെ 3 മാനങ്ങളാണ്, 3 ഡയമെൻഷൻസ് ഓഫ് ഈക്വാലിറ്റി. ഒന്ന് രാഷ്ട്രീയ സമത്വം, അടുത്ത സാമൂഹിക സമത്വം, അടുത്ത സാമ്പത്തിക സമത്വം. രാഷ്ട്രീയ സമത്വത്തിൽ പെടുന്നതാണ് വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം. സാമൂഹിക സമത്വോ വിവേചനങ്ങളുടെ അഭാവം, തുല്യ പദവി, തുല്യ അവസരം. സാമ്പത്തിക സമത്വം തൊഴിലവസരം, തൊഴിലവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനം, വിശ്രമത്തിനുള്ള അവകാശം ഒക്കെ സാമ്പത്തിക സമത്വത്തിൽ പെടുന്നു. ഇനി അടുത്തത് എന്താണ്? ജസ്റ്റിസ് അഥവാ നീതി എന്നാണ് പഠിക്കുന്നത്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നീതി സങ്കല്പം. മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹമായതുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുൾ. നീതിയുടെ 3 തത്വങ്ങളാണ് പറയുന്നത്. അതായത് the 3 principles of justice. ഫസ്റ്റ് വൺ, ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഈക്വൽസ്. തുല്യരോട് തുല്യ പരിഗണന. മനുഷ്യരെന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനകളും അർഹിക്കുന്നവരാണ്. വർഗം, ജാതി, മതം, ലിംഗം, വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും കാണിക്കരുത്. അടുത്ത ആനുപാതിക രീതി, അതായത് പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ്. ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം രീതി. ഓരോരുത്തരുടെയും അവയുടെ കഴിവനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നത് അനീതിയായിട്ട് പറയാൻ പറ്റില്ല. അടുത്തത് റെക്കഗ്നിഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ പറ്റൂ. അപ്പൊ തുല്യത ഉറപ്പാക്കുന്നതിന് സംവരണം പോലുള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം.
അടുത്തത് റൈറ്റ്സ് എന്താണ്, അതായത് അവകാശങ്ങൾ. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളെ നമുക്ക് അവകാശങ്ങൾ എന്ന് വിളിക്കാം. നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ കാര്യങ്ങളെല്ലാം അവകാശമല്ല, അത് കേവലം അവകാശവാദം മാത്രമാണ്. നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് അവകാശമായി കണക്കാക്കുന്നത്. പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുൻപേ ഉത്ഭവിച്ചതും പ്രകൃതിദത്തവുമാണ് എന്നതാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട നാച്ചുറൽ അഥവാ പ്രകൃതിദത്ത അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. അവകാശങ്ങൾ നിയമപരമായി അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 നമ്മുടെ മൗലിക അവകാശങ്ങൾ, അല്ലെ, അത് ഇതിന് ഉദാഹരണമാണ്. വിവിധതരം അവകാശങ്ങൾ ഇപ്പൊ നോക്കിയ രാഷ്ട്രീയ അവകാശങ്ങൾ, വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഇതൊക്കെ രാഷ്ട്രീയ അവകാശമാണ്. ഇനി പൗരന്റെ അവകാശം എന്തൊക്കെയാ? നിയമത്തിന് മുന്നിൽ തുല്യത, സ്വതന്ത്രവും നീതിയുക്തമായ വിചാരണയ്ക്കുള്ള അവകാശം, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം. ഈ സാമ്പത്തിക അവകാശങ്ങൾ നോക്കൂ. ജോലി ചെയ്യാനുള്ള അവകാശം, പ്രാപ്തമായ കൂലി ലഭിക്കാനുള്ള അവകാശം, രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യാവകാശം. സാംസ്കാരിക അവകാശങ്ങൾ എന്താ? ഭാഷ, ലിപി, അതൊക്കെ സംരക്ഷിക്കാനുള്ള അവകാശം, മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം, ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, ഇതൊക്കെ സാംസ്കാരിക അവകാശങ്ങളിൽ പെടുന്നതാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച എന്ന് പറയും. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ലഭിക്കും എന്നതാണ് നിയമവാഴ്ചയുടെ അന്തസത്ത. രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും. ഒരു വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെന്റിന് അതിന്റെ ചുമതലകൾ നിറവേറ്റാനും കഴിയൂ. ഇതാണ് നിയമവാഴ്ച എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണലിസം അഥവാ ഭരണഘടനാ വ്യവസ്ഥ. ആധുനിക ജനാധിപത്യ വ്യവസ്ഥകളെല്ലാം തന്നെ ഭരണഘടന അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണല്ലോ ഭരണഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾക്കൊപ്പം പൗരരുടെ മൗലികാവകാശങ്ങളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൗരന്മാരുടെ മൗലികാവകാശങ്ങളിൽ കൈകടത്താൻ ജനങ്ങളുടെ മൗലികാവകാശങ്ങളിൽ കൈകടത്താൻ ഗവൺമെന്റിന് എന്തുണ്ട്? ചില പരിമിതികളുണ്ട്. അധികാരം വേർതിരിക്കുക, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഗവൺമെന്റിന്റെ ഘടകങ്ങളായ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങൾ, പറയാത്ത കുട്ടികൾ പഠിക്കണം. ഗവൺമെന്റിന്റെ ഘടകങ്ങളാണ് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനമാണ്. ഈ 3 വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനോടൊപ്പം മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും അപകടത്തിലാക്കുകയും ചെയ്യുകയും എന്ന് മനസ്സിലാക്കാം. ഇനി തെരഞ്ഞെടുപ്പും ജനാധിപത്യ വ്യവസ്ഥയും. ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങൾ പൊതുവെ പിന്തുടരുന്നത് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഭരണം, എന്നാൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നാണ്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിപൂർവകവും കൃത്യവുമായ ഇടവേളകളിൽ നടക്കണം. ഇതിനായി രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ വോട്ടവകാശം, തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണം. അടുത്ത സെക്യുലറിസം അഥവാ മതേതരത്വം. എന്താണത്? മതേതരത്വം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം രാഷ്ട്രവും മതവും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള വേർതിരിവാണ്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം പൗരന്മാർക്ക് ഏത് മതം വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലെ? അത് മതസംഘടനകൾ കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചാപ്റ്ററിൽ പഠിച്ചതാണ് സോഷ്യലില്. അപ്പൊ രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കും. ജനാധിപത്യ വ്യവസ്ഥയിൽ മതേതരത്വം 2 രീതിയിൽ പ്രസക്തമാണ്. ഒന്നാമത്, അത് മതങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ തുല്യമായിട്ട് കണക്കാക്കുന്നു. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ലാത്തത് കൊണ്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സമുദായത്തോട് വിവേചനം കാണിക്കാറില്ല.
മറ്റൊന്ന് അത് പൗരന്മാർക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം തുല്യനീതിയും നൽകുന്നു എന്നുള്ളതാണ്. അടുത്ത രാഷ്ട്രീയ പാർട്ടികൾ എന്താണ്? ഒരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്യാവശ്യമാണ്. അപ്പൊ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിനും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. ഇവർ നടത്തുന്ന സമ്മേളനങ്ങളും ജാഥകളും പ്രസംഗങ്ങളും ജനാധിപത്യത്തിന് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടികളാണ്. പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് രാഷ്ട്രീയ അധികാരം നേടുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം. അടുത്തത് പ്രതിപക്ഷം. ഭരണപക്ഷം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രതിപക്ഷം വേണം അല്ലെ. അപ്പൊ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. പ്രതിപക്ഷത്തിന്റെ ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്താനും ഉള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് എന്ത് പ്രതിപക്ഷം എന്ന് നമുക്ക് പറയാം. അപ്പൊ പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെ വിമർശിക്കാം, വിലയിരുത്താം, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണം. അത് മനസ്സിലായില്ലേ? പ്രതിപക്ഷം എത്രമാത്രം സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണം. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ തെറ്റ് ചെയ്താൽ ഇവർക്ക് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കണം. അവസരം കൊടുത്തില്ലെങ്കിൽ അവിടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജനാധിപത്യമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ക്രിയാത്മകമായ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഭരണത്തിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം അവയെ തിരുത്തുന്നതിന് വേണ്ടി പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയും ബദൽ നിയമങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നത്. അവർ സംഘടിപ്പിക്കുന്ന ജാഥകളും സമ്മേളനങ്ങളും പ്രകടനങ്ങളും രാഷ്ട്രീയ വ്യവസ്ഥയെ കൂടുതൽ സജീവമാക്കുന്നു. പ്രതിപക്ഷത്തെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ പ്രതിപക്ഷ നേതാക്കളെ തുറുങ്കിലടക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ വ്യവസ്ഥ ജനാധിപത്യത്തിന് ഗുണമായിട്ട് പറയുന്നില്ല. ഇനി അടുത്തത് എന്താണ് മൊണാർക്കി? ഏറ്റവും പഴയ രൂപത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ്. ഇവിടെ അധികാരം പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നു. അപ്പൊ രാജാവ് അല്ലെ, അധികാരം രാജാവിന് അല്ലെങ്കിൽ രാജ്ഞിക്കാണ്. അവരുടെ മരണശേഷം അവരുടെ മക്കൾക്ക് കിട്ടും. അതാണ് മൊണാർക്കി അഥവാ രാജവാഴ്ച. ഇനി അടുത്തതാണ് സ്വേച്ഛാധിപത്യം. രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു വെച്ചാൽ അതിനെ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നു. രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശനത്തിനോ ആർക്കും അധികാരം ഉണ്ടായിരിക്കില്ല. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും നിരോധിച്ചിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് നോക്കൂ, സൈനിക ജനാധിപത്യം അഥവാ സൈനിക ജനാധിപത്യത്തെ കുറിച്ചാണ് പറയണം. അപ്പൊ ഇവിടെ ആരാ ഭരണം നടത്തുക? സൈന്യം നേരിട്ടാണ് ഭരണം നടത്തുക. ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിന്റെ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ച് അവർ അടിച്ചമർത്തും. ഇനി അടുത്തത് പാർട്ടി സ്വേച്ഛാധിപത്യം. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണം. അപ്പൊ രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ മുഴുവൻ ആ പാർട്ടിയിലായില്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ അപ്പൊ പൂർണ്ണമായിട്ടും അവിടെ വിലക്കേർപ്പെടുത്തിയേക്കല്ലേ. ഇനി അടുത്ത മതരാഷ്ട്രം. നമ്മൾ പറഞ്ഞില്ലേ, അതായത് അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഒരു പ്രത്യേക മത സംവിധാനം അവിടെ ഇല്ല എന്നുള്ളത്. അപ്പൊ മത നിയമങ്ങൾ അനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുന്നു. രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും നിർബന്ധിതരാവുകയും ചെയ്യും. ഏതില്? ഈ സംഭവത്തില്. അപ്പോ ഇത്രയാണ് മതരാഷ്ട്രം അല്ലെ. ഇനി അടുത്ത നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അനിവാര്യ ഘടകമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചത്? ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതിന്റെ നേതൃത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ പ്രക്ഷോഭങ്ങളെല്ലാം ജനാധിപത്യ രീതിയിൽ അവലംബിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഇത്രയധികം വൈവിധ്യങ്ങളുള്ള പ്രദേശത്തെ രാഷ്ട്രീയമായി ഏകീകരിക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അന്നത്തെ നേതാക്കൾ മനസ്സിലാക്കിയിരുന്നു. വ്യത്യസ്ത ആശയങ്ങൾ സംവദിക്കുന്നതിനുള്ള വേദി ഒരുക്കുന്നത് ജനാധിപത്യം മാത്രമാണ്. ഭരണകൂടങ്ങളെ സമാധാനപരമായ അധികാര കൈമാറ്റം, അതുപോലെ ജനങ്ങളുടെ പരാതികളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകല് ജനാധിപത്യ വ്യവസ്ഥയിൽ മാത്രമേ ഉള്ളൂ എന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ശില്പികൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു. ഇന്ത്യൻ പാർലമെന്ററി വ്യവസ്ഥ. പാർലമെന്ററി വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പാർലമെന്റ് 2 സഭകളാണ്. ഉപരിസഭയായ രാജ്യസഭയും അധോസഭയായ ലോകസഭയും. ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ
പ്രസിഡന്റ് ആയിരിക്കും. ഇനി അടുത്തത് രാഷ്ട്രതലവൻ ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്തായിരിക്കും? നാമമാത്ര അധികാരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ. യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ യഥാർത്ഥ അധികാരങ്ങൾ ആർക്കാണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എന്താ പറയുന്നത് ഭരണസമിതിക്കാണ് എന്തുള്ളത്? യഥാർത്ഥ അധികാരങ്ങൾ ഉള്ളത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ, മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭ അധികാരത്തിൽ നിന്നും പുറത്താവുന്നു. അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെന്റ് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോ എന്താണ് യഥാർത്ഥ അധികാരം? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കാണ്. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തം ഉണ്ട്. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ പറ്റും. ഇനി അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെന്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റും. ഇനി അവിശ്വാസ പ്രമേയം എന്താണെന്ന് കൊടുത്തിട്ടുണ്ടാവുമെന്ന് പഠിക്കാം. നിലവിലുള്ള മന്ത്രിസഭയിൽ ലോക്സഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തുന്ന സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. അതായത് ഇപ്പോൾ ഉള്ള മന്ത്രിസഭയില് ലോക്സഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. പാർലമെന്റ് സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയൂ. ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന പാർലമെന്റിന്റെ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടമാകും. ഇന്ത്യൻ ഭരണഘടനയുടെ 326 അനുച്ഛേദം അനുസരിച്ച് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം? 326 അനുച്ഛേദം അനുസരിച്ച് ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം 21 അതിനുശേഷം 61 ഭരണഘടനാ ഭേദഗതിയിലൂടെ 1989 എന്താണ് നമ്മുടെ പ്രായപരിധി, വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സായി കുറയ്ക്കുന്നു. നിരക്ഷരത കൂടിയ ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുന്നതിനെ നിരവധി പേർ എതിർത്തിരുന്നു. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം വേണമെന്ന നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത്. ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇതിന്റെ ആരംഭത്തിൽ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇലക്ടഡ് ഗവൺമെന്റ് അഥവാ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ്. ഇന്ത്യൻ ദേശീയ സംസ്ഥാന തലത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ഇതിന് 5 വർഷത്തെ കാലയളവാണ് ഉള്ളത് ഗവൺമെന്റിന് അല്ലെ. 5 വർഷം കഴിയുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തും. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണസമിതികൾ രൂപീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മൂലം തന്നെയാണ്. ജാതി, മത, ലിംഗ, സാമ്പത്തിക ഭേദമന്യേ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും പൊതുസ്ഥാനങ്ങൾ വഹിക്കാനുമുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ടാവും. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. അപ്പൊ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കമ്മീഷന്റെ ഘടന. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടാവും, പിന്നെ മറ്റു 2 കമ്മീഷണർമാരും ഉണ്ടാവും. എവിടെ? തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ. ഇനി അടുത്തത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, നീതിന്യായ പുനരവലോകനം, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയും തൊട്ടു താഴെയായി ഹൈക്കോടതിയും അതിന് താഴെയായി കീഴ്ക്കോടതികളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം. നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ വിഭാഗത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു. അവർ വേറൊരു ഭാഗമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി ന്യായാധിപർക്ക് കൃത്യമായ സേവന കാലയളവുണ്ട്. ന്യായാധിപരുടെ സേവന വേതന വ്യവസ്ഥകളിൽ ഇടപെടുന്നതിന് കാര്യനിർവഹണ നിയമനിർമ്മാണ സഭ വിഭാഗങ്ങൾക്ക് ഭരണഘടനാ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ. ഈ അർത്ഥത്തിൽ നീതിന്യായ പുനരവലോകനത്തിലൂടെ എക്സിക്യൂട്ടീവിന്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാൻ ആർക്ക് അവകാശമുണ്ട്? കോടതിക്ക് അവകാശമുണ്ട്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? നിയമനിർമ്മാണ സഭ പാസാക്കുന്ന
പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിന്റെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട്. ഇത്തരം കോടതിയുടെ അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ പാർട്ടി സമ്പ്രദായം. ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ വഹിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു പൊതു തെരഞ്ഞെടുപ്പിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് അധികാരം നഷ്ടമായി. 1989 തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് ഗവൺമെന്റ് രൂപീകരിക്കുന്ന മുന്നണി സമ്പ്രദായം വന്നു. ഇവിടെ ബഹുകക്ഷി സമ്പ്രദായത്തെ കുറിച്ച് പറയേണ്ട ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനേകം പാർട്ടികൾ നിലനിൽക്കുകയും അവ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെയാണ് ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മുന്നണി ഗവൺമെന്റിനെ കുറിച്ച് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിന്റെ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഗവൺമെന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മുന്നണി ഗവൺമെന്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ബഹുസ്വരത. ഒരു രാഷ്ട്രം ഒരു നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ്. ഒരു സംസ്കാരം ഒരു രാഷ്ട്രം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. എന്നാൽ യൂറോപ്പിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്തമായ മത വംശീയ വിഭാഗങ്ങൾക്കും സാംസ്കാരിക ധാരകൾക്കും തുല്യ അവകാശങ്ങളും പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നത്. ഈ വ്യത്യസ്തങ്ങളെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നതിനാണ് നാം ഒരു ഫെഡറൽ വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ളത്. മത ഭാഷ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക സംരക്ഷണം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കണം, 8ാമത്തെ പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായി പ്രത്യേക വ്യവസ്ഥകൾ 5ഉം 6ഉം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിരിക്കുന്നു. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല, എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. പൗരന്മാർക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെല്ലാം പ്രതികരിക്കുന്ന വേദിയാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫെഡറൽ വ്യവസ്ഥ. ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാനങ്ങൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് ഫെഡറൽ വ്യവസ്ഥ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റു പല രാജ്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സൈനിക ഭരണത്തിലേക്കോ സ്വേച്ഛാധിപത്യത്തിലേക്കോ മാറുകയുണ്ടായി. എന്നാൽ അതിന്റെ എല്ലാ ശക്തി ദൗർബല്യങ്ങളോടും കൂടി ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളിലും പരിമിതികൾ ഉണ്ടെങ്കിലും ജനാധിപത്യം അതിന്റെ പരിണാമ ദിശയിലാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ഇവിടെ 10ാമത്തെ ചാപ്റ്റർ എത്തി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചല്ലേ, ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച്. പലതരത്തിലുള്ള ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് അത് നമ്മുടെ ഇവിടെ ഉള്ളതും വിദേശ രാജ്യങ്ങളിലുള്ളതും ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കുക. ഇതിന് മുമ്പുള്ളത് വായിച്ചതിന് ശേഷം മാത്രം ഇത് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ നമുക്കതൊരു ഓർഡർ ആയിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ. ക്ലാസ് ഇഷ്ടപ്പെട്ടു ചെന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.